കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകൾ നോക്കുമ്പോൾ പല കാര്യങ്ങളും വളരെ നിസ്സാരമാണ്. നമ്മളത് ആ നിസ്സാരമാണെന്ന് നമുക്ക് തോന്നത്തിൻ്റെ കാരണം നമ്മൾ ദൈവമായിട്ട് ആ ഉടമ്പടി എടുത്തിട്ടെങ്കിൽ പോലും ഉടമ്പടിയുടെ അരുവിലേക്ക് വരാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉടമ്പടിയുടെ അരുവിലേക്ക് വരുന്നതിന് വേണ്ടിയും ആ ആന്തരികമായ ബോധ്യം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും പരിശുദ്ധ ദൈവമാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചെറിയ കടകൾ, കമ്പോളങ്ങൾ, വ്യവസായങ്ങൾ, വ്യാപാരങ്ങൾ, ഏജൻസികളൊക്കെ ചെയ്ത് ജീവിക്കുന്നവർക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നഷ്ടമായി കിടക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പലതരത്തിൽ മനസ്സിനെ വിഷമിപ്പിച്ച് വേദനിച്ച് കഴിയുന്നവരുണ്ട്, അതുകൊണ്ട് കൃഷി നഷ്ടപ്പെട്ടവരുണ്ട്, കൃഷി ഇപ്പോൾ ഇറക്കാനുള്ള സമയമായി വരുന്നവരുണ്ട്. അപ്പോൾ അവരെല്ലാ മേഖലകളെയും കർത്താവെ ആശീർവദിക്കണമേ. കന്നുകാലികളെ, നായ്ക്കാലികളെ വളർത്തിക്കൊണ്ട് ജീവിക്കുന്നവരുണ്ട്, അതിന് രോഗങ്ങൾ വരുന്നവരുണ്ട്. അങ്ങനെ പല വിഷയങ്ങളും അനുഭവിക്കുന്ന കുടുംബങ്ങൾ, വർഷകാലത്തിൻ്റെ രോഗങ്ങൾ അനുഭവിക്കുന്നവർ, ഇങ്ങനെ എല്ലാ മേഖലകളെയും കർത്താവേ നിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ സകല സങ്കടങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ. നിത്യ പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വസരെ നീക്കുക. ആമേൻ.